ഉത്തര കൊറിയൻ സൈനികരെ ഉക്രൈനിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന ഒരു പുതിയ വാർത്ത വന്നു. ചിലർ പറഞ്ഞത് റഷ്യയുടെ ഒരു പ്രദേശമായ കേഴ്സ് പ്രവിശ്യ, ടൗൺ ഓഫ് സ്വിറ്റ്സ ഇവിടങ്ങളിൽ ചുറ്റിയാണ് ഉത്തര കൊറിയ സൈനികർ ഇപ്പോഴും ഉള്ളത്. ഇന്ന് വരെയും ഉക്രൈനും ഉത്തര കൊറിയയ്ക്കും ഇടയിൽ ഡയറക്റ്റ് ഒരു ക്ലാഷ് സംഭവിച്ചിട്ടില്ല എന്നാണ് ഇത്ര ദിവസവും പുറത്തു വന്ന വാർത്ത. എന്നാൽ പെട്ടെന്ന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഒരു ഫോട്ടോ ഓൺലൈൻ മുഴുവനും വളരെ വേഗത്തിൽ വൈറലാകുന്നു. ആദ്യത്തെ ഉത്തര കൊറിയ സൈനികനെ ഉക്രൈൻ ക്യാപ്ചർ ചെയ്തു. അങ്ങനെ പിടിച്ചത് മാത്രമല്ല, ചികിത്സ കൊടുത്തു അദ്ദേഹം മരിച്ചു എന്നുള്ള ഒരു വാർത്തയും ഒരു ഫൂട്ടേജും വേഗത്തിൽ പടർന്നു. അങ്ങനെയാണെങ്കിൽ ഉത്തര കൊറിയൻ സൈനികർക്ക് ഉക്രൈനിൽ എന്താണ് സംഭവിച്ചത്? മറ്റൊരു ഭാഗത്ത് റഷ്യയുടെ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറിയായ ഡിമിട്രി മെദ്വദേവ് പറഞ്ഞത്, ഞങ്ങളുടെ മുഴുവൻ ലക്ഷ്യവും യൂറോപ്യൻ ഭൂഖണ്ഡമാണ്. യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ സമാധാനമുണ്ടെങ്കിൽ മാത്രമേ റഷ്യക്കാർക്കും സമാധാനമുണ്ടാവുകയുള്ളൂ. ഇവിടെ ഞങ്ങൾ അമേരിക്കയെ എതിർക്കണമെന്ന ആവശ്യമേ ഇല്ല. ഞങ്ങളുടെ ശ്രദ്ധ മുഴുവനും യൂറോപ്യൻ ഭൂഖണ്ഡത്തിലാണ്. അമേരിക്കയ്ക്ക് ഒരു പാഠം നൽകുന്നതിന് മുൻപ് യൂറോപ്യൻ ഭൂഖണ്ഡത്തിന് ഒരു പാഠം നൽകണം എന്നുള്ള അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകളും ഒരു വലിയ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു. കൂടാതെ മറ്റ് പ്രധാനപ്പെട്ട ചില വാർത്തകൾ, ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആദ്യം ഹൂത്തികളിൽ നിന്നും ആരംഭിക്കാം. ഹൂത്തികൾക്കും ഇസ്രായേലിനും ഇടയിൽ എപ്പോഴും ഇല്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുണ്ടായ ഈ ഒരു എസ്കലേഷൻ ലോക സാമ്പത്തിക സ്ഥിതിയെ മാറ്റുമെന്നൊക്കെ. കാരണം ചെങ്കടൽ വഴിയും സൂയസ് കനാൽ ആക്സസ് ചെയ്തുമാണ് ഇന്ന് വരെയും കൂടുതൽ വാണിജ്യ കപ്പലുകൾ വരുന്നത്. യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ നിന്നും ഏഷ്യയിലേക്കും ഏഷ്യയിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്കും പോകുന്ന എല്ലാ കപ്പലുകളും ആക്സസ് ചെയ്യുന്നത് ഈ ഒരു സൂയസ് കനാലാണ്. ഇതാണ് ഒരു എളുപ്പ വഴി എന്ന് പറയാം. ഇതിനെ സ്കിപ്പ് ചെയ്ത് പോയാൽ വീണ്ടും പല മൈൽ ദൂരം പോകേണ്ടി വരും. ഇന്നലെ ഹൂത്തീസ് പറഞ്ഞത്, സിറിയയിൽ ഏത് ഗവൺമെന്റ് മാറിയാലും പ്രശ്നമില്ല. സിറിയയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഇസ്രായേലിന് അനുകൂലമായി മാറിയാൽ സിറിയയെയും ഞങ്ങളുടെ ടാർഗറ്റ് ലിസ്റ്റിലേക്ക് ഞങ്ങൾ കൊണ്ടുവരും. സിറിയയിലുള്ള പുതിയ സർക്കാരിനെതിരെ ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഒറ്റ രാത്രിയിൽ വീണ്ടും ഇസ്രായേലിനെ നോക്കി 2 മിസൈൽസ് ഹൂത്തികൾ അയച്ചു. എന്നാൽ ഇത്തവണ ഇമ്പാക്ട് ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. ആകാശത്തിന് നടുവിൽ വെച്ച് തന്നെ ആ മിസൈൽസിനെ തടസ്സപ്പെടുത്തി. ഇസ്രായേലിന് ഇതിവിടെ ഒരു വലിയ സമ്മർദ്ദം തന്നെ ചെലുത്തുന്നുണ്ട്. കാരണം ഇപ്പോ ഇസ്രായേൽ ലബനൻ ബോർഡറിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ലബനനിൽ നിന്നും ഇസ്രായേലിലേക്ക് വലിയ റെസിസ്റ്റൻസ് ഒന്നുമില്ല. ഏകദേശം അവിടെ ചില റോക്കറ്റ് ലോഞ്ചേഴ്സ് മാത്രം. അതും ഇസ്രായേൽ പ്രദേശങ്ങളിലേക്ക് നുഴയുന്നതിന് മുൻപ് തന്നെ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. ചെറിയ ചെറിയ മോട്ടോർ ഷെൽസ് ആക്രമണം, ഇവ മാത്രമാണ് ഒരു പ്രശ്നമായുള്ളത്. അതിനപ്പുറം അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ലബനിൽ നിന്നും ഇസ്രായേലിലേക്കോ അല്ലെങ്കിൽ ഗാസയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് റോക്കറ്റ്സ് അയക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളോ സംഭവങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ അവസ്ഥയിൽ പോലും ഹൂത്തീസ് ഒരു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഹൂത്തീസിന്റെ ഭാഗത്തു നിന്നും ഇത്ര വലിയ പ്രശ്നം വരുന്നു എന്ന് നെതന്യാഹു സർക്കാരിന് തന്നെ ഒരു വലിയ സമ്മർദ്ദം വരുന്നുണ്ട്. ഇസ്രായേലിന്റെ ലോക്കൽ മീഡിയാസ് ക്ലെയിംസ് നോക്കിയാൽ നെതന്യാഹുവിന്റെ പ്രൊഫൈൽ റേറ്റിംഗ് ഹൂത്തീസ് കാരണം കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. എത്ര തന്നെ അവർ എയർ സ്ട്രൈക്സ് നടത്തിയാലും, ഹൂത്തീസിന്റെ പോർട്സിനെ മുഴുവനും കൊളാപ്സ് ചെയ്യുന്നത് പോലുള്ള ആക്രമണങ്ങൾ നടത്തിയാലും അതൊന്നും മതിയാകുന്നില്ല. ഹൂത്തീസിനെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യത്തിൽ അവർ വ്യക്തമാണ്. ഞങ്ങൾക്ക് റെഡ് ലൈൻസ് ഒന്നും തന്നെ ഇല്ല. ഞങ്ങളുടെ ടോട്ടൽ റെഡ് ലൈൻ എന്നത് ഗാസ, ലബനനാണ്. ഇവ രണ്ടും വിട്ട് നിങ്ങൾ എപ്പോഴാണോ പുറത്തേക്ക് പോകുന്നത്, ഇവ രണ്ടും എപ്പോഴാണോ നോർമൽ ആകുന്നത്, എപ്പോഴാണോ അവിടെ സമാധാനം വരുന്നത്, അന്ന് മാത്രമേ ഈ റെഡ് ലൈൻ അവസാനിക്കൂ. അല്ലെങ്കിൽ അവിടെ ഒരു സമാധാനം വന്നതായി ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കൂ. അതുവരെയും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും. അങ്ങനെ മിഡിൽ ഈസ്റ്റിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ റഷ്യയുടെ ഭാഗത്തു നിന്നും പുതിയൊരു വാർത്ത വന്നു. അസർബൈജാൻ ക്രാഷിനെ കുറിച്ച് നമുക്കറിയാം. റഷ്യ അതിനെക്കുറിച്ചൊരു പുതിയ അപ്ഡേറ്റ് നൽകിയത്, ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ അവസാനിച്ചതിന് ശേഷം അതിന്റെ തീരുമാനം എങ്ങനെ വരും എന്നതിനനുസരിച്ചായിരിക്കും മറുപടി നൽകുക. ഇങ്ങനെയാണ് അവരുടെ ഗവൺമെന്റ് അധികാരികൾ പറഞ്ഞത്. ഇപ്പൊ പുതുതായി പറഞ്ഞിരിക്കുന്നത്, അസർബൈജാൻ അല്ലെങ്കിൽ ഖസക്കിസ്ഥാൻ ആയാലും ലോകത്തെ ഏവിയേഷൻ ഇൻഡസ്ട്രിക്ക് ഞങ്ങൾക്ക് എത്രത്തോളം സഹകരിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഈ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ, അവയ്ക്കെല്ലാം ഞങ്ങൾ തയ്യാറാണ്. ചില മാധ്യമങ്ങൾ പറയുന്നത്, റഷ്യൻ പ്രദേശത്തേക്ക് ഈ വിമാനങ്ങൾ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു, എന്നാൽ അതിന് അനുവാദം നിഷേധിക്കപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെയല്ല, 3 തവണ റഷ്യൻ പ്രദേശങ്ങളിൽ അടിയന്തര ലാൻഡിങ്ങിനായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ട്. എന്നാൽ അന്ന് മൂടൽമഞ്ഞ് വളരെ അധികമായിരുന്നതുകൊണ്ട് ആ സ്ഥലത്ത് അവരെ കൊണ്ട് തറയിറങ്ങാൻ സാധിച്ചില്ല. അവരതിനായിട്ടുള്ള ശ്രമങ്ങളെല്ലാം എടുത്തു. സാധിക്കാത്തത് കൊണ്ടാണ് കസക്കിസ്ഥാനെ നോക്കി പോയത്. എന്നാൽ റഷ്യ ഒരിക്കലും ലാൻഡിങ്ങിനായിട്ടുള്ള അനുമതി നിഷേധിച്ചിട്ടില്ല എന്ന് വ്യക്തമായി പറഞ്ഞു ഡിമിട്രി മെദ്വദേവ്.
അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ് ഇപ്പോ വലിയൊരു സ്പാർക്ക് സൃഷ്ടിച്ചത്. യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ സമാധാനം ഒരിക്കലും റഷ്യ നശിപ്പിക്കാൻ ആഗ്രഹിക്കില്ല. അങ്ങനെ ചെയ്യാനും ഞങ്ങൾ ഒരിക്കലും തയ്യാറാകില്ല. മാധ്യമങ്ങൾ അല്ലെങ്കിൽ അവർ നടത്തുന്ന ഡിബേറ്റുകൾ എല്ലാം റഷ്യ വേഴ്സസ് ഉക്രൈൻ എന്ന പ്രശ്നത്തെ റഷ്യ വേഴ്സസ് അമേരിക്ക എന്ന രീതിയിലാണ് കാണിക്കുന്നത്. ഇവിടെ അമേരിക്കയെ ഞങ്ങൾ ശത്രുവായി കാണുന്നില്ല. അതേസമയം അമേരിക്കയുമായി ഞങ്ങൾ സൗഹൃദത്തിലുമല്ല എന്ന് നിങ്ങൾക്കറിയാം. അമേരിക്കയുമായി റഷ്യ ഒരു നേരിട്ടുള്ള പ്രശ്നത്തിൽ ഇടപെട്ടാൽ അത് ലോകാവസാനത്തിൽ മാത്രമേ എത്തി നിൽക്കുകയുള്ളൂ. അൺലിമിറ്റഡ് ന്യൂക്ലിയർ വാറിൽ ചെന്ന് അത് അവസാനിക്കും. അങ്ങനെയുള്ള ഒരു ലോകനാശത്തിന് റഷ്യ ഒരിക്കലും കാരണമായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതേസമയം റഷ്യക്കെതിരെ ഒരു പ്രശ്നം വന്നാൽ തീർച്ചയായും അത് തടയാതിരിക്കാനും റഷ്യ ശ്രമിക്കില്ല. പക്ഷെ യൂറോപ്യൻ ഭൂഖണ്ഡം ഒരു പ്രോക്സി പോലെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ആരോ ഒരാളുടെ താല്പര്യത്തിനു വേണ്ടി ഏതോ ഒരു വ്യക്തിക്കെതിരെ പ്രവർത്തിക്കുന്നു. ഇവിടെ ഇൻഡയറക്റ്റ് ആയി ആരാണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാകും നിങ്ങൾക്ക്. ആരുടെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി ആവശ്യമില്ലാതെ ഇവർ പ്രോക്സിയായി മാറുകയും ആരാണോ ഇതിനെല്ലാം അവരെ പ്രേരിപ്പിക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നടപ്പിലാക്കാനും ആഗ്രഹിക്കുന്നു. അതിനായിട്ടുള്ള പാഠം തീർച്ചയായും ഞങ്ങൾ നൽകും. യൂറോപ്യൻ ഭൂഖണ്ഡത്തെ ക്ലീൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ യൂറോപ്യൻ ഭൂഖണ്ഡത്തെ ഈ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിക്കേണ്ടത് റഷ്യയുടെ ജോലിയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം 2025 ഏകദേശം അവസാനിക്കും. അങ്ങനെ അവസാനിക്കുമ്പോൾ യൂറോപ്യൻ ഭൂഖണ്ഡം ആന്റി റഷ്യൻ മൈൻഡ് സെറ്റിൽ നിന്നും തീർച്ചയായും ഫ്രീ ആകുമെന്നുള്ള ഒരു വിശദീകരണം നൽകി. ഈ സെലൻസ്കി കേസ് എന്ന ഒരു സംഭവമുണ്ട്. ആരെല്ലാമാണോ സെലൻസ്കിയെ സപ്പോർട്ട് ചെയ്യുന്നത് ആ രാജ്യത്തിൽ ഭരണമാറ്റം സംഭവിക്കും, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു അട്ടിമറി സംഭവിക്കും. ഇങ്ങനെ പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അമേരിക്ക, ജർമ്മനി, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ. ജർമ്മനിയിൽ ഔദ്യോഗികമായി തന്നെ അവരുടെ ഭരണം അട്ടിമറിക്കപ്പെട്ടു. ഫെബ്രുവരി മാസം 23 അവിടെ പുതിയ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. മറ്റു പല രാഷ്ട്രങ്ങളിൽ എന്ത് സംഭവിക്കുന്നു, എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നം നടക്കുന്നു, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുന്നതിന് മുൻപ് UK-യിൽ എന്തെങ്കിലുമൊക്കെ തീർച്ചയായും സംഭവിക്കും. കാരണം മറ്റ് രാജ്യങ്ങളുടെ രാഷ്ട്രീയവുമായി താരതമ്യം ചെയ്യുമ്പോൾ UK-യിലാണ് വളരെ വലിയ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോ UK രാഷ്ട്രീയത്തിൽ ഇനി എന്തെല്ലാം മാറാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.